ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഈ മാസം ജാനുവരി 2024 വരാൻ പോകുന്ന 4 പുതിയ വണ്ടികളെ പറ്റിയാണ്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികൾ പുതുവർഷമായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ ആദ്യത്തെ വണ്ടി നമ്മുടെ സോണറ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി ഡിസംബറിൽ കാണിച്ചാണ്, അതായത് ആ സമയത്ത് അൺവെയിൽ ചെയ്തായിരുന്നു, പക്ഷേ ലോഞ്ച് ചെയ്തില്ല. നമുക്കിപ്പോഴും ഇതിൻ്റെ പ്രൈസും അതുപോലെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഡേറ്റ് ഉണ്ടായിരുന്നു ജാനുവരി 14 എന്ന്, പക്ഷേ അത് ഉറപ്പിക്കാനായിട്ടില്ല. കാരണം അത് ജസ്റ്റ് റൂമർ ഡേറ്റ് ആണ്, ഇതുവരെ കിയ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. എനിവേ ഈ വണ്ടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതൊരു ഫേസ് ലിഫ്റ്റഡ് സോണറ്റ് ആണ്. നമുക്കറിയാം 2020 സോണറ്റ് എന്ന് പറഞ്ഞ വാഹനം കിയ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു മേജർ അപ്ഗ്രേഡഡ് മോഡലായിട്ട് ഇപ്പോൾ ഒരു മാറ്റം വരുത്തുന്നത് ഈ സമയത്താണ്. ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ അവർ അത്യാവശ്യം നന്നായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും. ബാക്കിൽ പുതിയ ടെയിൽ ലാംപ്സ് വന്നു, ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് പുതിയ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്, അവിടെ ഒന്നും വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതായത് പണ്ടത്തെ എക്സ് ലൈൻ മോഡൽ ഉണ്ടായിരുന്ന അലോയ്സ് അവരിപ്പോൾ GT ലൈനിലൂടെ കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. പിന്നെ കുറേ അലോയ്സിൻ്റെ ഡിസൈൻ ഉണ്ട്, 3 വ്യത്യസ്തമായ അലോയ്സിൻ്റെ ഡിസൈൻ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി ഒന്ന് അലോയ് അല്ല, ഒന്ന് സ്റ്റൈലിൽ സ്റ്റീൽ റിംസ് ആണ്. ഇൻറ്റീരിയറിൽ നേരത്തെ പറഞ്ഞ പോലെ മൈനർ ആയിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ പുതിയ 10.25 ഇഞ്ചസിൻ്റെ നമ്മൾ അൽക്കസാറിലൊക്കെ കാണുന്ന ആ ഒരു സെയിം പാറ്റേണിലുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നു. പണ്ടത്തെ പോലെ ഉടായ്പല്ല, ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. ഇത് കിയയുടെ വണ്ടികളിൽ നമ്മൾ ആദ്യം കണ്ടത് പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിലാണ്. ആ സെയിം സാധനം തന്നെയാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൽ അവർ ADAS, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 1 ഫീച്ചേഴ്സ് കൊടുത്തു. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, സൺറൂഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പണ്ടേ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള 4-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇത് പറഞ്ഞു വരുമ്പോൾ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ആക്ച്വലി ഇതിലും അതുപോലെ വെന്യൂലും മാത്രമേ ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഒക്കെ ഉള്ളൂ. ബാക്കി വണ്ടികളിലെല്ലാം മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇത് 4-way ആണ്, അതായത് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല, അത് മാനുവലി തന്നെ കൂട്ടേണ്ടി വരും. എഞ്ചിൻ ട്രാൻസ്മിഷൻ്റെ കേസൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 1.2 ലിറ്റർ NA പെട്രോൾ ഉണ്ട്, 1.5 ഡീസൽ ഉണ്ട്. 1.5 ഡീസൽ നമുക്ക് ഇപ്രാവശ്യം 6 സ്പീഡ് മാനുവലും ഉണ്ട്, പിന്നെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ, IMT തുടങ്ങിയ ട്രാൻസ്മിഷൻസ് ഒക്കെ ഉണ്ട്. 1.2 പെട്രോളാകെ 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. 1 ലിറ്റർ ടർബോയിലും 7 സ്പീഡ് DCTയും അതുപോലെ 6 സ്പീഡ് IMT മാത്രമേ ഉള്ളൂ. അതിൽ ഹ്യുണ്ടായി വെന്യൂവിലും അതുപോലെ പുതിയ i20 മാനുവൽ കൊടുത്തായിരുന്നു ആ എഞ്ചിൻ്റെ കൂടെ. പക്ഷേ കിയ അതിപ്പോഴും കൊടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും നേരത്തെ പറഞ്ഞ 2 സാധനങ്ങളോടും മാനുവലില്ല. ഇതാണ് പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൻ്റെ കേസ്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതും ഇവരുടെ സെയിം ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ഹ്യുണ്ടായി ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ആക്ച്വലി കിയ വരുന്നത്. എന്തായാലും അടുത്ത വണ്ടി ഹ്യുണ്ടായുടെ ആണ്. ഹ്യുണ്ടായുടെ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇതിൻ്റെ റിവീൽ ഡേറ്റ് നമുക്കറിയാം, ജാനുവരി 16 ഈ വണ്ടി ഒഫീഷ്യലി അവർ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വണ്ടിയും ഈ വരുന്ന ജാനുവരിയിലായിരിക്കില്ല ലോഞ്ച്. അതായത് ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഡെലിവറി ഒന്നും ഈ മാസം നടക്കാനുള്ള സാധ്യതയില്ല. അത് ചിലപ്പോൾ ഫെബ്രുവരിയിലാവാനാണ് സാധ്യത. എന്തായാലും ഇത്രയും കാലം നമ്മൾ ഈ വണ്ടി റെൻഡേഴ്സിലൂടെയും അതുപോലെ സ്പൈഡ് പിക്സിലൂടെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ക്യാമോഫ്ലാജ് ഒന്നും ഇല്ലാതെ ഇതിൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് എങ്ങനെയായിരിക്കും എന്ന് കണ്ടിട്ടില്ല. പക്ഷേ റെൻഡേഴ്സിൽ കൂടെയൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ വണ്ടി എങ്ങനെ ഇരിക്കുന്ന. എന്തായാലും ഇപ്പോൾ ഉള്ള വണ്ടി വെച്ച് നോക്കുമ്പം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പുതിയ ഗ്ലോബലി വന്ന ഹ്യുണ്ടായുടെ സാന്റാഫെ ആയിട്ടൊക്കെ ഈ വണ്ടിയുടെ ഡിസൈൻ ഇൻസ്പിറേഷൻസ് ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ വന്ന ട്യൂസോൺ, അതായത് 4th ജനറേഷൻ ട്യൂസോൺ ഹ്യുണ്ടായോട് ഇറക്കിയായിരുന്നു. അവർ ഇന്തോനേഷ്യയിൽ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയ മോഡൽ ആ വണ്ടിയായിട്ടുള്ള ഡിസൈൻ സിമിലാരിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫേസ് ലിഫ്റ്റിൽ നമ്മൾ ആദ്യം വിചാരിച്ചത് അതുമായിട്ടുള്ള ഇൻസ്പിറേഷൻ വരുന്നതാണ്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, ഇത് വേറൊരു മോഡലാണ്. അതായത് എല്ലായിടത്തും വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രെറ്റ ഫേസ് ലിഫ്റ്റാണ് ഹ്യുണ്ടായി ഉദ്ദേശിക്കുന്നത്. ഈ സെക്കൻഡ് ജെൻ ക്രെറ്റ ആദ്യം ഇറങ്ങിയ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സെയിം വണ്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴാണ് അവർ എല്ലാ സ്ഥലത്തേക്കും വണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മോശം കാര്യമല്ല, കാരണം ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി അവർ കൊടുക്കാൻ നോക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള ക്രെറ്റയൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ വണ്ടിയുടെ ഡിസൈൻ. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുക. അതായത് പുതിയ 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡ്രൈവർ സൈഡിന് മാത്രമല്ല, ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചർ സൈഡിലും ഇലക്ട്രിക് സീറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നമുക്ക് ടൈഗണിലും കുഷാക്കിലും ഒക്കെ അവൈലബിൾ ആണ് ആ സംഭവം. ബൈ ദ വേ, ക്രെറ്റയിലെ ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ലെവൽ 2 ADAS, നമ്മൾ സെൽട്ടോസിൽ കണ്ട സംഭവം, അത്രയും 18 ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തും വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, പുതിയ ലൈറ്റ്സ്, പുതിയ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ, ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈൻ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. കൃത്യമായിട്ട് നമുക്ക് വണ്ടി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാൽ പോലും
ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി ഒട്ടും മോശമാക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിലേക്ക് ഇഷ്ടംപോലെ പുതിയ ഫീച്ചേഴ്സ് കൊടുത്ത പോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യത്തിലും അതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇനി അതല്ലാണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ, അതായത് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ ഒക്കെ കേസെടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. പണ്ട് 1.4 ടർബോ ഉണ്ടായിരുന്നു, അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. ഇപ്പോൾ വരുന്ന 1.5 NA പെട്രോൾ, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 115 PS പവർ, 143 Nm ടോർക്കിനടുത്ത് പവർ. പിന്നെ നമുക്ക് വരുന്ന ഒരു 1.5 ലിറ്റർ CRDI കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിൻ ഉണ്ട്. അത് 115 bhp 250 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ 1.5 പെട്രോൾ നമുക്ക് CVTയിൽ മാനുവലിൽ അവൈലബിൾ ആണ്. 1.5 ഡീസൽ നമുക്ക് ക്രെറ്റയിൽ ഇപ്പം മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലും ഉണ്ട്. സെൽറ്റോസിൽ പക്ഷേ അവർ അത് നമുക്ക് മാനുവലിൽ തരുന്നില്ല. IMTയിലും അതുപോലെ തന്നെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലും മാത്രമേ ഉള്ളൂ. ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അറിയാം ഹ്യുണ്ടായി ആ മാനുവൽ ട്രാൻസ്മിഷൻ ഇതിനകത്ത് റീറ്റെയിൻ ചെയ്യുമോ അതോ IMT വെച്ച് മാത്രം ഒതുക്കുമെന്ന്. ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് ക്രെറ്റയിൽ IMT അവൈലബിൾ അല്ല. എനിവേ പുതിയൊരു 1.5 ടർബോ നമ്മൾ സെൽറ്റോസിലും വെർണയിലൊക്കെ കണ്ട ആ എഞ്ചിൻ ഇതിനകത്തും വരും. 160 PS പവർ, 253 Nm ടോർക്ക് തുടങ്ങിയതാണ് അതിൻ്റെ പവർ ഫിഗേഴ്സ്. അത് സെൽറ്റോസിൽ മാനുവൽ ഇല്ല, പക്ഷേ വെർണയിൽ ഹ്യുണ്ടായി മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ മാനുവൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിൻ്റെ കൂടെ തീർച്ചയായും 7 സ്പീഡ് DCT ഉണ്ട്. അടുത്ത മൂന്നാമത്തെ വാഹനം പുതിയ XUV 400 ഫേസ് ലിഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. പക്ഷേ XUV 300 ഫേസ് ലിഫ്റ്റ് കറക്റ്റ് ലോഞ്ച് ഡേറ്റ് അറിയില്ലെങ്കിലും അതൊന്നെങ്കിൽ നമ്മുടെ ജാനുവരി 2024 അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും അൺവെയിൽ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് മേജർലി ആ വണ്ടി ഫസ്റ്റ് ക്വാർട്ടർ 2024 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഈ വണ്ടി വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇത് ഫേസ് ലിഫ്റ്റ് അല്ല. ഇതിനകത്ത് അവർ ഡിസൈൻ ഒന്നും മാറ്റാൻ പോകുന്നില്ല, നമ്മൾ XUV 300 ഫേസ് ലിഫ്റ്റിൽ കാണുന്ന പോലെ. അതിൻ്റെ കുറച്ച് ലീക്സും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി XUV 300 ഫേസ് ലിഫ്റ്റിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് അവർ ഈ വണ്ടിയിലേക്കും കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. 2 പുതിയ ഫോട്ടോസാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വരാൻ പോകുന്ന ഫീച്ചേഴ്സ്. അതായത് പണ്ട് നമുക്ക് ഈ വാഹനത്തിനകത്ത് ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് ഇല്ലായിരുന്നു, ക്രൂസ് കൺട്രോൾ ഇല്ലായിരുന്നു, അതുപോലെ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലസ്റ്റർ നമുക്ക് നോർമൽ അനലോഗ് ഗേജസ് ആയിരുന്നു, അതൊക്കെ മാറി പുതിയ 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നു, 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റം വന്നു, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വന്നു, വയർലെസ് ഫോൺ ചാർജർ വന്നു, ബാക്കിൽ AC വെൻസ് പിന്നെ സൺറൂഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അഡ്രിനോക്സ് കണക്ടിവിറ്റി വന്നു. അങ്ങനെ ഇഷ്ടം പോലെ പുതിയ ഫീച്ചേഴ്സും. പിന്നെ പണ്ട് ഇതിൻ്റെ അകത്ത് മാനുവൽ AC ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റി ഇനി വീണ്ടും അവർ ഡ്യുവൽ സോൺ ഓട്ടോ ACയിലേക്ക് മാറ്റാൻ പോവാണ്. അത് പണ്ടേ നമ്മുടെ XUV 300 ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വണ്ടി 400 ഇറക്കിയ സമയത്ത് അവർ എന്തോ ഒരു റീസൺ കൊണ്ട് എടുത്ത് കളഞ്ഞു, എന്താണെന്നറിയില്ല. പക്ഷെ എന്തായാലും അതൊക്കെ ഇനിയിപ്പം ഈ പുതിയ അപ്ഡേറ്റഡ് മോഡലിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഫേസ് ലിഫ്റ്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റഡ് മോഡലാണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിങ്ങൾ മാറ്റം പ്രതീക്ഷിക്കരുത്, മാറ്റം ഉണ്ടാവില്ല. ബാറ്ററി കോൺഫിഗറേഷൻസ് ഒക്കെ സെയിം ആണ്. 39.4 kWh ഒരു ബാറ്ററി പാക്ക് ഉണ്ട്, 34.5 kWh സൈസ് വരുന്ന 2 ബാറ്ററി പാക്കുകളുണ്ട്. ഈ പുതിയ വേരിയൻസിനെ അവർ പ്രോ എന്ന് പറയുന്ന വേരിയൻസിലാണ് വിളിക്കുന്നത്, അതാണ് എൻ്റെ പേര്. അതായത് ECയും ELും പ്രോ വേരിയൻസിലാണ് ഈ പറയുന്ന പുതിയ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അൺവെയിലും ലോഞ്ചും ഒക്കെ ജാനുവരിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനമാണ്. ഇതാണ് മെർസിഡീസിൻ്റെ പുതിയ GLS ഫേസ് ലിഫ്റ്റ്. ഇതിൻ്റെ അകത്ത് പറയത്തക്ക മാറ്റങ്ങളായിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ബമ്പർ, ബാക്കിലത്തെ ബമ്പർ, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഭയങ്കര വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ പുതിയ 3 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇതിനകത്ത് വരും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 3 ലിറ്റർ ഡീസലാണുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 4 പുതിയ വണ്ടികൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് താഴെ കമൻസിലും പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.